നമസ്കാരം, ഞാൻ വിനീത് മംഗലത്ത്. കൊല്ലവർഷം 1201 ഈ മീനമാസത്തിലെ മുപ്പട്ട് ശനി വരുന്നത് 2026 മാർച്ച് 21-നാണ്. മുപ്പട്ട് ശനി വ്രതാനുഷ്ഠാനം കൊണ്ട് ശനി സംബന്ധമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ദോഷ നിവാരണത്തിന് സഹായകരമാവുന്നതാണ്. അതായത് 7.5 ശനി ദോഷം, അഷ്ടമ ശനി, കണ്ടക ശനി അങ്ങനെയുള്ള കൂടിയ ശനിദോഷങ്ങളിൽ തടസ്സം നേരിടുന്ന ആളുകൾക്ക് മുപ്പട്ട് ശനി വ്രതാനുഷ്ഠാനം വളരെ ഉത്തമമാണ്. അന്ന് സന്ധ്യയ്ക്ക് 5 തിരിയിട്ട് വിളക്ക് തെളിയിച്ച് ശനി മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുന്നതും അതല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാട്, വെറ്റിലമാല, ശാസ്താ ക്ഷേത്രമാണെങ്കിൽ നീരാഞ്ജനം വഴിപാട് നടത്തുന്നതും വളരെ ഉത്തമമാണ്. അപ്പം മുപ്പട്ട് ശനിയുടെ അന്ന് ശനി മന്ത്രം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം ശനി മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ വളരെ ഉത്തമമാണ്. അതുപോലെ ജാതകത്തിൽ ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള ദോഷങ്ങൾ മാറ്റിയെടുക്കാനും സഹായകരമാവുന്നതാണ്. ഇതാണ് മുപ്പട്ട് ശനി വ്രതത്തിന്റെ പ്രാധാന്യം. എന്റെ ആസ്ട്രോളജി ചാനൽ MSP4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.